നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഈഫ് എൽസ് ഈഫ്. ഇതാണ് നമുക്ക് അടുത്ത് പഠിക്കാനുള്ള കണ്ടീഷണൽ കൺസ്ട്രക്ട്. അതിന്റെ സിൻഡെക്സ് പറഞ്ഞാൽ ആദ്യം ഈഫ്, അതിനുശേഷം കണ്ടീഷൻ അതിന്റെ അകത്ത്, പിന്നെ എൽസ് ഈഫ്, പിന്നെ എൽസ്. അതായത് ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. അതിനുശേഷം നേരെ ഇങ്ങോട്ടായിരിക്കും കോഡ് വരിക. നമുക്ക് ഫ്ലോ ചാർട്ടിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെന്നിരിക്കും. ഫസ്റ്റത്തെ ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിനുശേഷം അതിന്റെ അകത്തെ കോഡ് പ്രിന്റ് ചെയ്യും. അതായത് ഈ ഈഫിന്റെ അകത്തുള്ള കോഡ് എന്താണോ പ്രിന്റ് ചെയ്യും. അതിനുശേഷം നേരെ ആ കോഡ് ആ ഈഫിന്റെ ഏറ്റവും ബോട്ടത്തിലേക്ക് പോകും. അതായത് ഇവിടേക്കാണ് പോകുക. ഈഫിന്റെ കണ്ടീഷൻ ട്രൂ അല്ലായിരിക്കുക, ഫസ്റ്റത്തെ കണ്ടീഷൻ ഫോൾസ് ആയിരിക്കുക. ഫസ്റ്റത്തെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ, അതായത് കണ്ടീഷൻ ഫോൾസ് ആയിരിക്കുക, കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് ഈഫിത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ എൽസ് ഈഫിത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കണ്ടീഷന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ്സ് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഏറ്റവും ബോട്ടത്തിലേക്ക് കോഡ് പോകും. അതായത് ഇവിടുത്തെ കണ്ടീഷനാണ് ട്രൂ ആയിരിക്കുക, ഈ ഒരു ഏരിയത്തെ കണ്ടീഷനാണ് ട്രൂ ആയിരിക്കുക. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ കോഡിത്തെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം നേരെ ബോട്ടത്തിലേക്ക് പോകും. പിന്നെ വീണ്ടും ഏറ്റവും ബോട്ടത്തിലേക്ക് പോകും. ഈ രണ്ട് കണ്ടീഷനും ഫോഴ്സ് ആയിരിക്കുക. ഈ രണ്ട് കണ്ടീഷനും ഫോഴ്സ് ആണെങ്കിൽ എൽസ് പോർഷനിലുള്ള കോഡ് എന്താണോ അത് പ്രിന്റ് ചെയ്യും. ഇനി ഇഫ് എൽസ് ഇഫ് എൽസ്, അതിന് പകരം നമുക്ക് വീണ്ടും കൊടുക്കാൻ പറ്റും ഇഫ് കണ്ടീഷൻ, പിന്നെ വീണ്ടും എൽസ് ഇഫ്, പിന്നെ വീണ്ടും എൽസ് ഇഫ്, പിന്നെ വീണ്ടും എൽസ് ഇഫ്. അങ്ങനെ നമുക്ക് എത്ര എൽസ് ഇഫ് വേണമെങ്കിലും കൊടുക്കാം. ഡാറ്റ അവസാനം എൽസ് വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം, എൽസ് പ്രൊവൈഡ് ചെയ്യാം. എൽസിന്റെ അകത്ത് നമ്മൾ കണ്ടീഷൻ കൊടുക്കില്ല. എൽസ് ഇഫിന്റെ അകത്തും ഈഫിന്റെ അകത്തും കണ്ടീഷൻസ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ഈഫിന്റെ അകത്ത് കണ്ടീഷൻ കൊടുക്കണം, എൽസ് ഇഫിന്റെ അകത്തും കണ്ടീഷൻ കൊടുക്കണം. അതേപോലെ എൽസിന്റെ അവിടെ കണ്ടീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. നമുക്കൊരു ജസ്റ്റ് പ്രോഗ്രാമിനോട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. നമുക്ക് ഇതിന്റെ ഒരു പ്രോഗ്രാം നോക്കി നോക്കാം. ഈ പ്രോഗ്രാമിൽ ഇന്റ് നം ഈസ് ഈക്വൽ ടു 21 ഞാൻ അസൈൻ ചെയ്തു. അതിനുശേഷം ഈഫ് കണ്ടീഷൻ, ഈഫ് എൽസ്. അപ്പൊ ആദ്യം ഈഫിന്റെ അകത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ഈഫിന്റെ അകത്തെ ഈ ഒരു പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഈ ഈഫ് എൽസിന്റെ ഏറ്റവും ബോട്ടത്തിലേക്ക് പോകും. അതിനുശേഷം എന്തെങ്കിലും റിമൈനിങ് കോഡ് ഉണ്ടെങ്കിൽ അത് പ്രിന്റ് ചെയ്യും. അതായത് പ്രോഗ്രാം ടെർമിനേറ്റഡ്, അതാണ് ഏറ്റവും ലാസ്റ്റ് ഉള്ള കോഡ്. ഈ പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്തായാലും പ്രിന്റ് ചെയ്യും, കാരണം അത് ഈ പ്രോഗ്രാം ഈ ഈഫ് എൽസ് ആയിട്ടൊരു ബന്ധമില്ല. ഈ ഈഫ് കണ്ടീഷൻ ഫോൾസ് ആയിരിക്കുക. ഫോൾസ് ആണെങ്കിൽ അടുത്ത എൽസ് ഈഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യും. എൽസ് ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഒരു പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഏറ്റവും ബോട്ടത്തിലത്തെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. ഈ ഈഫ് കണ്ടീഷനും ഫോൾസ്, ഈ എൽസ് ഈഫ് കണ്ടീഷനും ഫോൾസ് ആണെങ്കിൽ ഈ എൽസിത്തെ ഈ കോഡ് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഈ ഒരു കോഡ് പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതിൽ ഈ ആദ്യത്തേക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ വരിക എന്ന് നോക്കി നോക്കാം. ആദ്യക്ക് ഞാൻ നം ലെസ് ദാൻ 5 ആണെന്ന് ചെക്ക് ചെയ്യുന്നത്, 20 ലെസ് ദാൻ 5 എന്നാണ് ചെക്ക് ചെയ്യുന്നത്. കണ്ടീഷൻ എന്താ? ഫോൾസ് ആണ്. അപ്പൊ ഈ ഈഫിന്റെ അകത്തേക്ക് പോവില്ല. അടുത്ത എൽസ് ഈഫ് ചെക്ക് ചെയ്യും. അവിടെ എന്താ ചെക്ക് ചെയ്യുന്നത്? നം ഗ്രേറ്റർ ദാൻ 5. നം പറഞ്ഞാൽ 20 ആണ്. 20 ഗ്രേറ്റർ ദാൻ 5 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ നമുക്ക് എന്താ? ഈ എൽസ് ഈഫിന്റെ അകത്ത് നം ഈസ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പ്രിന്റ് ചെയ്യും. അതിനുശേഷം ഏറ്റവും ബോട്ടത്തിലുള്ള പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? നം ഈസ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പ്രിന്റ് ചെയ്യും. അതിനുശേഷം സ്ലാഷിന് ലോഡ് ഒരു ന്യൂ ലൈൻ, അതിനുശേഷം പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് പ്രിന്റ് ചെയ്യും. നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്ത് നോക്കി നോക്കാം. GCC program .c, അതിനുശേഷം .a ഔട്ട് കൊടുത്തു കഴിഞ്ഞാൽ നം ഈസ് ഗ്രേറ്റർ ദാൻ 5 പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് കിട്ടി. ഇനി ഈ അടുത്ത പ്രോഗ്രാം നോക്കി നോക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ നം ഈസ് ഈക്വൽ ടു 1 എന്നാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. നം ഈക്വൽ ടു 1 അസൈൻ ചെയ്തതിനു ശേഷം നമ്മുടെ ഈഫ് കണ്ടീഷൻ, ആദ്യം ഈഫ് കണ്ടീഷനിൽ എന്താ? നം ലെസ് ദാൻ 5 ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. നം ലെസ് ദാൻ 5, അതായത് 1 ലെസ് ദാൻ 5 ഉള്ള കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആണെങ്കിൽ എന്താണ് വരിക? ഈ ഈഫിന്റെ അകത്തുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ്, ഈഫിന്റെ അകത്ത് ആകെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ, പ്രിന്റ് എഫ്. അപ്പൊ നം ഈസ് സ്മോളർ ദാൻ 5 ഉള്ളത് പ്രിന്റ് ചെയ്യും. അതിനുശേഷം പിന്നെ ഈ എൽസ് ഈഫും എൽസിലേക്കും പോവില്ല. ആദ്യത്തെ ഈഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നേരെ ഈ ബോട്ടത്തിലേക്ക് എത്തിണ്ടാവും. ഈ ബോട്ടത്തിന് ഇവിടെ നിന്ന് വേറെ എന്തൊക്കെ ലൈനാണോ കോഡ് ഉള്ളത് അത് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ പിന്നെ ആകെ ഒരു പ്രിന്റ് എഫ് പ്രോഗ്രാം ടെർമിനേറ്റഡ് മാത്രമേ. ഈ ലൈൻ എപ്പോഴും എന്തായാലും പ്രിന്റ് ചെയ്യും. അപ്പൊ ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നം ഈസ് സ്മോളർ ദാൻ 5 എന്ന് പ്രിന്റ് ചെയ്യും. പിന്നെ അതിനുശേഷം പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ പ്രോഗ്രാം സേവ് ചെയ്യുക. അതിനുശേഷം GCC കമ്പൈൽ ചെയ്യുക, GCC program.c. അതിനുശേഷം റൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്ത് കിട്ടി? നം ഈസ് സ്മോളർ ദാൻ 5. അതായത് ഈഫിന്റെ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് നം ഈസ് സ്മോളർ ദാൻ 5 എന്ന് പ്രിന്റ് ചെയ്തു. അതിനുശേഷം പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്നും പ്രിന്റ് ആയി. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. ഇനി നമുക്ക് അടുത്തൊരു പ്രോഗ്രാം നോക്കാം. ഇവിടെ എന്താ? ഇന്റ് നം ഈസ് ഈക്വൽ ടു 5 കൊണ്ട് അസൈൻ ചെയ്തു. അതിനുശേഷം ഇവിടെ ഞാൻ കൊടുത്തിട്ടുള്ളത് ഈഫ് എൽസ് കൊണ്ട് കൊടുത്തിട്ടില്ല. എൽസ് കൊടുക്കണമെങ്കിൽ ഇതിന് ശേഷം വേണമെങ്കിൽ എൽസ് കൊടുക്കാം. ഞാൻ ഇവിടെ ഈഫ് എൽസ് കൊണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈഫിന്റെ അകത്ത് നമ്മൾ നം ലെസ് ദാൻ 5 ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. നം ലെസ് ദാൻ 5 എന്ന് പറഞ്ഞാൽ 5 ലെസ് ദാൻ 5 കണ്ടീഷൻ ഫോൾസ് ആണ്. 5 ലെസ് ദാൻ 5 അല്ല, 5 ഈക്വൽ ടു 5 ആണ്. അപ്പൊ ഇത് കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ ഈ ഈഫിന്റെ അകത്തെ സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യും. അടുത്ത എൽസ് ഈഫിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്യാം. 5 ഗ്രേറ്റർ ദാൻ 5 ഇതും കണ്ടീഷൻ ഫോൾസ് ആണ്. 5 ഗ്രേറ്റർ ദാൻ 5 ആണോ? അല്ല, 5 ഈക്വൽ 5 ആണ്. ഇനി അടുത്ത കണ്ടീഷൻ എൽസ് ഈഫിന്റെ കണ്ടീഷൻ നോക്കാം.
ഇവിടെയാണ് നമ്മുടെ കണ്ടീഷൻ ട്രൂ ആയിട്ട് വരുന്നത്. അതായത് 5 = 5 ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ്. 2 തവണ ഈക്വലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റർ ആണ്. അതായത് ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ റൈറ്റ് സൈഡിലുള്ള വാല്യൂ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ആണ് ഡബിൾ ഈക്വൽ ടു. ഡബിൾ ഈക്വൽ ടു എന്ന് പറയുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മിന്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. 5 = 5 കണ്ടീഷൻ ട്രൂ ആണ്. ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ 5 = 5 റൈറ്റ് സൈഡിലുള്ള വാല്യൂ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ ട്രൂ ആയതുകൊണ്ട് ഈക്വൽ ആയതുകൊണ്ട് ഈ കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് എൽസിഫിന്റെ അകത്തുള്ള ഈ ഒരു പ്രിന്റ്എഫ് ആണ് പ്രിന്റ് ചെയ്യുക. നം = 5. അതിനുശേഷം പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് പ്രിന്റ് ചെയ്യും. അതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് GCC program.c കമ്പൈൽ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ഞാൻ റൺ ചെയ്തപ്പോൾ എന്താ കിട്ടി? നം = 5 പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് കിട്ടി. ഇതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് നെസ്റ്റഡ് ഇഫ്. നെസ്റ്റഡ് ഇഫ് പറഞ്ഞാൽ ഒരു ഇഫ് കണ്ടീഷന്റെ അകത്ത് തന്നെ വേറൊരു ഇഫ് കണ്ടീഷൻ, ഇഫ് വിത്തിൻ അനദർ ഇഫ്, അതാണ് നെസ്റ്റഡ് ഇഫ്. അപ്പൊ ഇതിന്റെ അകത്തും മീനിങ് പറഞ്ഞാൽ ഈ ഇഫിന്റെ അകത്തെ കണ്ടീഷൻ അത് ചെക്ക് ചെയ്യും. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ ഈ കേളി ബ്രാക്കറ്റിൽ ഈ 2 കേളി ബ്രാക്കറ്റിന്റെ അകത്തുള്ള കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഈ കംപ്ലീറ്റ് കോഡ് ഈ ഇഫ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഈ ഇഫ് ആയിട്ടുള്ള ഈ ഇഫിന്റെ കോഡാണ് ഈ കംപ്ലീറ്റ്. ഇതിന്റെ അകത്ത് തന്നെ വീണ്ടും ഒരു ഇഫ്, അതായത് ഇതിന്റെ അകത്ത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഇഫിന്റെ അകത്തുള്ള കോഡ് ട്രൂ ആവും. ആ ഈ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ എൽസ് പോർഷൻ അതിലുള്ള കോഡ് ഉണ്ടോ. ഇനി ഈ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയിരിക്കാം. ഈ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ എൽസ് പാർട്ടിലേക്ക് പോകും. ഈ എൽസ് പാർട്ടിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ വേറൊരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക, അതിന്റെ അകത്ത് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വേണമെങ്കിൽ എൽസ് കൊടുക്കുക. എൽസ് കൊടുത്തിട്ട് വീണ്ടും എന്തെങ്കിലും പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെയും കണ്ടീഷൻ ഇതേപോലെ കൊടുക്കാൻ പറ്റും. എൽസ് സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. ഒന്നിലധികം ഇഫ്, ഒരു ഇഫിന്റെ അകത്ത് വേറൊരു ഇഫ് കൊടുക്കുക, ഇതിന്റെ അകത്ത് വേറൊരു ഇഫ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ഇഫ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നതിനാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രോഗ്രാം നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം. നമുക്ക് ഈ ഒരു പ്രോഗ്രാം നോക്കി നോക്കാം. ഈ ഒരു പ്രോഗ്രാമിൽ ആദ്യം ഞാൻ int num = 50 കൊണ്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇഫിന്റെ അകത്ത് തന്നെ വേറൊരു ഇഫ്, പിന്നെ ഇഫ് എൽസ്. അപ്പൊ ഈ ഇഫിന്റെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഇഫിന്റെ ഈ കേളി ബ്രാക്കറ്റിന്റെ അകത്തുള്ള ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഇഫിന്റെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ നേരെ എൽസ് പാർട്ടിത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. നമുക്ക് ആദ്യം ഇഫിന്റെ അകത്ത് കണ്ടീഷൻ ട്രൂ ആണെന്ന് ചെക്ക് ചെയ്യും. നം > 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ നമ്മിലുള്ള വാല്യൂ 15 ആണ്. 15 > 0 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ ഈ ഇഫിന്റെ അകത്ത് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യില്ല. അപ്പൊ നമുക്ക് ഇനി ഈ ഇഫിന്റെ അകത്തുള്ള കോഡ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യം നം > 35 ആണെന്ന് ചെക്ക് ചെയ്യുന്നത്. നം എത്രയാണ്? നം 15 ആണ്. 15 > 35 കണ്ടീഷൻ ട്രൂ ആണോ? 15 > 35 കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഈ ഒരു പ്രിന്റ്എഫ് എക്സിക്യൂട്ട് ചെയ്യും. പിന്നെ ഏറ്റവും ബോട്ടത്തിലുള്ള ഈ ഒരു പ്രിന്റ്എഫും എക്സിക്യൂട്ട് ചെയ്യും. ഈ പ്രിന്റ്എഫ് ഈ ഫെൽസ് ആയിട്ട് ബന്ധമില്ല. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 5. അതിനുശേഷം പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് ഔട്ട്പുട്ട് കിട്ടും. ജസ്റ്റ് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രോഗ്രാം കമ്പയർ ചെയ്തു. അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. ഇപ്പൊ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 35 പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് കിട്ടി. ഇനി ഇവിടെ നെഗറ്റീവ് വാല്യൂ കൊടുത്തു വരിക, -25 കൊടുത്തു വരിക. ഇനി ഇതേ പ്രോഗ്രാം തന്നെ ഞാൻ വീണ്ടും ചെക്ക് ചെയ്യണം. അതായത് ആദ്യം എന്താണ് ചെക്ക് ചെയ്യുന്നത്? നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആണ് ചെക്ക് ചെയ്യുന്നത്. നമ്പർ വാല്യൂ എത്രയാണ്? -25 > 0 കണ്ടീഷൻ ഫോൾസ് ആണ്. ഇതിലെ ഏറ്റവും വലിയ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പൊ കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ ഈ ഇഫിന്റെ അകത്ത് കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. എൽസ് പാർട്ടിലുള്ള കോഡേക്ക് എക്സിക്യൂട്ട് ചെയ്യുക. എൽസ് പാർട്ടിൽ എന്താണ്? നമ്പർ ഈസ് ലെസ് ദാൻ 0 പ്രോഗ്രാം ടെർമിനേറ്റഡ്. അപ്പൊ ഇത് ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? GCC program.c. അതിനുശേഷം ടെസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഈസ് ലെസ് ദാൻ 0. ഇത് എൽസ് പാർട്ടിത്തെ കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പിന്നെ പ്രോഗ്രാം ടെർമിനേറ്റഡ്, അതാണ് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇതിന്റെ അകത്ത് തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നോക്കാം. ഈ പ്രോഗ്രാമിൽ എന്താ? നമ്പർ ഈസ് 25 കൊണ്ട് അസൈൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യണം നമ്പർ > 5 ആണ്. ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഈ ഇഫിന് താഴെയുള്ള ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഈ എൽസ് പാർട്ടിലുള്ള ഈ ഒരു പ്രിന്റ്എഫ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും അതിന്റെ അകത്ത് വീണ്ടും ഇഫ് എൽസ് ഉണ്ട്. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും ഈ ഒരു ഇഫ് ചെക്ക് ചെയ്തിട്ട് ഈ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യും. ഈ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇത് പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ആദ്യം ഈ ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്ത് നോക്കാം. ഇഫിന്റെ അകത്ത് എന്താ ചെക്ക് ചെയ്യുന്നത്? 25 > 0 കണ്ടീഷൻ ട്രൂ ആണ്. കണ്ടീഷൻ ട്രൂ ആണ്. അപ്പൊ ഈ ഇഫിന്റെ അകത്ത് ഈ ഒരു കോഡാണ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ഇഫിന്റെ അകത്ത് നെസ്റ്റഡ് ഇഫ് ആണ്. വീണ്ടും ഒരു ഇഫ് ഉണ്ട്. അപ്പൊ അടുത്ത ഇഫിന്റെ അകത്ത് എന്താ ചെക്ക് ചെയ്യണം നോക്കി നോക്കാം. നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 35 ആണ് ചെക്ക് ചെയ്യണം. 25 ഈസ് ഗ്രേറ്റർ ദാൻ 35 കണ്ടീഷൻ ഫോൾസ് ആണ്. 25 > 35 കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പൊ ഈ ഇഫിന്റെ എൽസ് പോർഷൻ എന്താ? ഈ ഒരു പ്രിന്റ്എഫ് ആണ് പ്രിന്റ് ചെയ്യുക. ഇനി ഈ ഇഫ് എൽസ് മൊത്തം കഴിഞ്ഞു. ഇതിന്റെ ഏറ്റവും ബോട്ടത്തിലുള്ള ഈ ഒരു പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്ന് പ്രിന്റ് ചെയ്യും. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ 5 പ്രിന്റ് ചെയ്യും.
അതിനുശേഷം പ്രോഗ്രാം ടെർമിനേറ്റഡ് എന്നും പ്രിന്റ് ചെയ്യും. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് ജസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ GCC program dot c അതിനുശേഷം ജസ്റ്റ് റൺ ചെയ്തു. നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 35 പ്രോഗ്രാം ടെർമിനേറ്റ്. നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 35 പ്രിന്റ് ചെയ്യാൻ കാരണം എന്താ, ആദ്യക്ക് ടോട്ടൽ ഒരു if else ആണ്, if else. അതായത് ഈ if കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് ഇതിന്റെ അകത്തേക്ക് പോയി. അതിന്റെ അകത്ത് വീണ്ടും if കണ്ടീഷൻ else കണ്ടീഷൻ, അതായത് ഈ if കണ്ടീഷൻ ഫോൾസ് ആണ്, അപ്പൊ അതിന്റെ else പോർഷൻ പ്രിന്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇഷ്ടപ്രകാരം if else കൊടുക്കാൻ പറ്റും. if else ന്റെ മെയിൻ ആയിട്ടുള്ള മീനിങ് ചിന്തിക്കുക. ifന്റെ അകത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ ഉള്ളിലത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ifന്റെ അകത്തെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ else പാർട്ടിലത്തെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും.